Hi friends, welcome back to Ami's Kitchen. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കീറ്റോ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് മെനു ആണ്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത് ബട്ടർ കോഫിയും പിന്നെ ഒരു ചീസ് ഓംപ്ലേറ്റും ആണ്. ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കുന്നത് മീറ്റ് ബോൾസ് വെച്ചിട്ട് ഇറ്റാലിയൻ കേരള ഒരു ഫ്യൂഷൻ ഫുഡാണ്. നമുക്കാദ്യം ബട്ടർ കോഫി ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ടീസ്പൂൺ കോഫി പൗഡർ ആണ്. ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബട്ടർ 25 ഗ്രാം ആണ്. ഇപ്പം ഞങ്ങളിവിടെ 2 കോഫി ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് 50 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. കോഫി തിളച്ച് കഴിയുമ്പോൾ സ്ലോ ആക്കുക, എന്നിട്ട് ബട്ടർ ഇടാം. അതിനുശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടേസ്റ്റിയായ ബട്ടർ കോഫി റെഡിയായി. ഒരു 4 to 5 നട്ട്സും കൂടി ഇതിൻ്റെ കൂടെ നല്ലതാണ്. ഞങ്ങളിന്നിവിടെ യൂസ് ചെയ്യുന്നത് വാൾനട്ട്സ് ആണ്. ഇനി നമുക്ക് ചീസ് ഓംലേറ്റ് ഉണ്ടാക്കാം. ചീസ് ഓംലേറ്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്യാം, കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചീസ് വേണം. നമുക്ക് ഏത് ടൈപ്പ് വേണം ചീസ് ഉപയോഗിക്കാം. ഞാനിന്ന് മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഗ്ഗ് ഒരു 3 എഗ്ഗ് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും ബ്ലാക്ക് പെപ്പർ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. ഞാനിവിടെ ഇന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിലേക്ക് ഒണിയനും ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കഴിക്കാവുന്ന വെജിറ്റബിളാണ് ക്യാപ്സിക്കവും ഒണിയനൊക്കെ ഒരു കുറച്ച് കഴിക്കാവൂ, അധികം കഴിക്കാൻ പാടില്ല. ഒരു 50 ഗ്രാമിലധികം ഒണിയൻ നമുക്ക് അടുത്ത ഒണിയൻ നമുക്കൊരു ദിവസം കഴിക്കാം. അപ്പോൾ ഒണിയൻ ഒന്ന് സോട്ട് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചാണ് എഗ്ഗ് ഇടുക. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ എഗ്ഗ് കഴിക്കാം. ഡെയിലി ഒരു 3 എഗ്ഗ് വരെ നമുക്ക് കഴിക്കാം. അതിപ്പോൾ നമുക്ക് പുഴുങ്ങിയോ ഓംലേറ്റ് ആക്കിയോ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമുക്ക് ഇഷ്ടം എന്ന് ആ രീതിയിൽ കഴിക്കാം. ഞാനിന്ന് ഇന്നൊരു ചീസ് ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് പ്രിപ്പയർ ചെയ്യാം. ബോയിൽഡ് എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് ബോയിൽഡ് എഗ്ഗ് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓംലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഓംലേറ്റോ സ്ക്രാമ്പിൾഡ് എഗ്ഗോ അല്ലെങ്കിൽ സണ്ണി സൈഡോ എങ്ങനെ വേണമെങ്കിലും എഗ്ഗ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ കോഫിയും ഒരു 4 നട്ട്സും പിന്നെ ഒരു ചീസ് ഓംലേറ്റും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി നമുക്ക് നമ്മുടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. എപ്പോഴും ലഞ്ചിന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ആണ്. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും കൺഫ്യൂഷനാണ്. കീറ്റോ തുടങ്ങിയ പിന്നെ എന്ത് ആണ് നമ്മൾ ഫുഡ് ലഞ്ചിന് കഴിക്കുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇന്ന് നമ്മളൊരു മീറ്റ് ബോൾസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിലേക്ക് കുറച്ച് മിൻസ് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മിൻസ് ബീഫാണ്. അപ്പോൾ അത് കുറച്ച് മിൻസ് ബീഫ്, ഒരു 1/2 കിലോ, ഒരു എഗ്ഗിന് ഒരു 1/2 കിലോ മിൻസ് ബീഫ്. നമുക്ക് പിന്നെ കുറച്ച് കോളിഫ്ലവർ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരു ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കഴിക്കാവുന്ന ഏതൊക്കെ വെജിറ്റബിളാണോ ആ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അത് കുറച്ച് കോളിഫ്ലവർ നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഓണിയനും ചോപ്പ് ചെയ്തിടുക. ഒരു 10 ഗ്രാം ബ്രെഡ് ക്രംസ് ഇടാം. കുറച്ച് സ്പൈസസ്, നമ്മുടെ കയ്യിലുള്ള സ്പൈസസ്, ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് പാപ്രിക്ക പൗഡറും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉണ്ടായിരുന്നു, അത് രണ്ടും ഇട്ടാണ്. അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഒരു കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ടാക്ക്. സ്പൈസി, നിങ്ങളുടെ സ്പൈസി ആവശ്യത്തിന് പെപ്പർ ഇടാം. എന്നിട്ട് ഒരു 20 ഗ്രാം ഉള്ളൊരു ചെറിയ ചെറിയ ബോളായിട്ട് പിടിക്കാം. നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് ഓവനില്ലാത്തവർക്ക് നേരെ ഒരു പാൻ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഓവനിൽ കുറച്ച് ബേക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് ഷാലോ ഫ്രൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വെക്കാൻ വേണ്ടി കുറച്ച് ഒരു പാനിൽ കുറച്ച് ബട്ടർ തൂത്തിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് പിടിച്ച് അതിലേക്ക് നിരത്തി വയ്ക്കാം. ഓവൻ ഒരു 250 ഡിഗ്രി ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് മതിയാവും. ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് ഒരു ഒലിവ് ഓയിൽ ഒരു പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആയാലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാം. മീറ്റ് ബോൾസ് നമുക്ക് വെറുതെ കഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെറുതെ കഴിക്കണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നമുക്കതൊരു എന്തെങ്കിലും കറിയായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടും കഴിക്കാം. അപ്പോൾ അതിപ്പോൾ ഓരോ ദിവസത്തെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസപ്പെടുത്തി കഴിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇറ്റാലിയൻ മീറ്റ് ബോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റാലിയൻ ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേരള സ്റ്റൈല് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇവിടെ കീറ്റോ ചെയ്യാത്ത ആൾക്കാർക്ക് വല്ല ബ്രെഡോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും പോകും. ഓക്കെ, അപ്പോൾ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അമ്മേ, ഓക്കെ, നമ്മുടെ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ബോളിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ഒരു ഓണിയൻ, കുറച്ച് ഗാർലിക്, ഒരു ജിഞ്ചർ, ക്രഷ് ചില്ലി വേണം, ഒരു 1/2 മുറി തേങ്ങ, ഒരു ടൊമാറ്റോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓണിയനും ജിഞ്ചറും ഗാർലിക്കും കൂടി ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ബ്ലെൻഡ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഓണിയൻ മിക്സ് ഇടാം. സ്പൈസി വേണ്ട ആൾക്കാർക്ക് ഒരു 2-3 ചില്ലി ആവശ്യത്തിനാണ് ഇടാം. അപ്പോൾ ഞാനൊരു 2 ചില്ലി ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോർട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ടൊമാറ്റോ ഒരു 1.5 ടൊമാറ്റോ ഉണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതൊന്ന് പച്ചമണം മാറിപ്പോയി കഴിയുമ്പോൾ ഒന്ന് കുത്തൊക്കെ മാറി കഴിയുമ്പോൾ കുറച്ച് ക്രഷ് ചില്ലി, എരിവാണെങ്കിൽ കുറച്ച് ക്രഷ് ചില്ലിയും കൂടി ഇട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആ ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് ഒഴിക്കുക, ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് ഓൾമോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. അത് ഓവനിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസും ടൊമാറ്റോയും കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 മുറി തേങ്ങ പാല്, ഫ്രഷ് തേങ്ങയാണ്, അത് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്, അത് എനിക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ മീറ്റ് ബോൾസ് തേങ്ങാപ്പാൽ കറി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്.
നമ്മളിപ്പോൾ സാധാരണ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ വെക്കുന്ന മാതിരി ഒരു വെറൈറ്റി ആയിട്ട് മീറ്റ് ബോൾസ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കറി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് ഗ്രേവി, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു ചെറിയ ഒരു തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താണ്, കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.